ഊട്ടോളി മഹാദേവനെ തളയ്ക്കാൻ വേണ്ടിയുള്ള ഊർജിതമായ ശ്രമങ്ങൾ ഇപ്പോഴും നടക്കുകയാണ്. ക്ഷേത്രാങ്കണത്തിൽ ഇപ്പോഴും ഇടഞ്ഞു നിൽക്കുന്ന ആനയെ തളയ്ക്കാൻ പാപ്പാന്മാർക്ക് കഴിഞ്ഞിട്ടില്ല. ഒന്നാം പാപ്പാന് നേരെ ആന ആക്രോശിച്ചടുക്കുന്നത് നേരത്തെ നമ്മൾ കണ്ടതാണ്. ആ പാപ്പാന്റെ കൈക്ക് നേരിയ തോതിൽ പരിക്ക് പറ്റി എന്നൊക്കെയുള്ള വിവരങ്ങൾ, സ്ഥിരീകരിക്കാത്ത വിവരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പരിഭ്രാന്തി പരത്തിയ ശേഷമാണ് ഊട്ടോളി മഹാദേവൻ ഇപ്പോൾ ഇടയ്ക്കൊന്ന് ശാന്തനാകുന്നു. വീണ്ടും ഊട്ടോളി മഹാദേവൻ ഇടഞ്ഞു തന്നെ നിൽക്കുന്നു. ഇടക്കൊച്ചി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് വേണ്ടി കൊണ്ടുവന്ന ഊട്ടോളി മഹാദേവനാണ് ആളുകളെ പരിഭ്രാന്തിയിലാക്കിക്കൊണ്ട് ഇടഞ്ഞു നിൽക്കുന്നത്. ഇപ്പോഴും ആനയെ പൂർണ്ണമായി അനുനയിപ്പിക്കാൻ, ശാന്തനാക്കാൻ പാപ്പാന്മാർക്ക് കഴിഞ്ഞിട്ടില്ല. തീവ്രമായ ശ്രമം ആനയെ തളയ്ക്കാൻ വേണ്ടി നടത്തുകയാണ്. നമ്മൾ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ഞങ്ങളുടെ ക്യാമറാമാൻ അഭിജിത്തിന്റെ ക്യാമറ കണ്ണിലൂടെയുള്ള ദൃശ്യങ്ങളാണ്. ശ്യാംകുമാറാണ് തത്സമയം വിവരങ്ങൾ നൽകാൻ ഇടക്കൊച്ചിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നത്. ശ്യാം, പുതിയ വിവരങ്ങൾ എന്താണ്? നിലവിൽ ആന നേരത്തെ നിർത്തിയത് ഊട്ടോളി മഹാദേവൻ എന്ന് പറയുന്ന ആന, അത് തൃശ്ശൂർ ആമ്പല്ലൂരിൽ നിന്ന് ക്ഷേത്രോത്സവത്തിന് വേണ്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. ആ ആനയാണ് ഇവിടെ എത്തിച്ചിരുന്നത്. ആ ആന ഇപ്പോഴും നിലവിൽ നേരത്തെ ആ ക്ഷേത്രത്തിൻ്റെ പുറത്ത്, നാലമ്പലത്തിന് പുറത്ത് ആലിനോട് ചേർന്ന് തന്നെ നിൽക്കുകയാണ്. അത് ശാന്തനാകുന്ന ലക്ഷണങ്ങൾ തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇരുട്ട് വീഴുന്നത് നിലവിൽ ചെറിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ആനയെ തളയ്ക്കാൻ സാധിച്ചിട്ടില്ല എന്നതിനൊപ്പമാണ് ഇരുട്ട് പരക്കുന്നത്. 2.5 മണിക്കൂർ സമയമാകുന്നു ആന ഇടഞ്ഞിട്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഇവിടെ ഉണ്ടായിരുന്ന ആളുകളെ ഉൾപ്പെടെ പോലീസ് നീക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ പാപ്പാന്മാരുടെയും എലിഫന്റ് സ്ക്വാഡിൻ്റെയും നടുക്കാണ് ആന നിൽക്കുന്നത്. പക്ഷേ ആനയെ അപ്പോഴും തളയ്ക്കാൻ സാധിച്ചിട്ടില്ല. 2 മണിക്കൂറിലധികം, 2.5 മണിക്കൂറിലധികം ആകുന്നു ആന ഇവിടെ ഇടഞ്ഞിട്ട്. നേരത്തെ ഈ ആന ഇവിടെ നിന്ന് ഓടി അത് പ്രധാന റോഡിലേക്ക്, സംസ്ഥാന പാതയിലേക്ക് ഉൾപ്പെടെ പോയിരുന്നു. പാപ്പാന്മാർ വലിയ ശ്രമം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു ആനയെ തളയ്ക്കുന്നതിന് വേണ്ടിയിട്ട്. നേരത്തെ ആ ഓട്ടത്തിനിടയിൽ ഇടച്ചങ്ങലകൾ കാലിൽ കുടുങ്ങി ആനയുടെ കാലിൽ മുറിവേറ്റിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നിലവിൽ ആനയുടെ ചുറ്റും പാപ്പാന്മാർ ഉൾപ്പെടെയുണ്ട്. അവർ കഴിഞ്ഞ 2.5 മണിക്കൂറായിട്ട് അവർ ആ ആനയെ തളയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിനിടയിലാണ് പോലീസ് വിവരമറിയിച്ചതനുസരിച്ച് ഇങ്ങോട്ട് കൂടുതൽ എലഫന്റ് സ്ക്വാഡിലെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ എത്തിയിരുന്നത്. ഏതായാലും ഈ ആന ഇടഞ്ഞ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഒരാൾ, അദ്ദേഹം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഈ ആന ഇടഞ്ഞ സമയത്ത് കിട്ടിയ വിവരം ഉണ്ടായിരുന്നു? ആന ഇടഞ്ഞത് ആനനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ ഉത്സവത്തിന് വേറൊരു അമ്പലത്തിൽ കൊണ്ടുവന്ന ആനയാണ് ജ്ഞാനോദയം ക്ഷേത്ര പരിസരത്ത് കൊണ്ടുവന്നിട്ട് കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ആന പാപ്പാൻ തല്ലിയെന്നാണ് ആളുകൾ പറയുന്നത്, കണ്ടെന്നവർ പറയുന്നത്. അത് തല്ലിയതിന് ശേഷം ആന ഈ പാപ്പാനിട്ട് കുത്തിയിട്ട് പാപ്പാൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു. പിന്നീട് ഇവൻ കൂടുതൽ പ്രശ്നമുണ്ടായിക്കൊണ്ടിരുന്ന് ഏകദേശം ഒരു 3ഓളം കാറും ഒരു ടെമ്പോയും ഒരു ടെമ്പോ ട്രാവലർ, 8ഓളം ബൈക്കുകൾ, ക്ഷേത്രം മതിൽ ഒക്കെ തകർത്തിട്ടുണ്ട്. ഇവൻ പല പ്രാവശ്യം ഓടുകയും ചെയ്തു. ഓടി ജനങ്ങളുടെ ഇടയിലേക്ക് വന്നിട്ട് അവിടെ നിന്നും ഇവനെ തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള ശ്രമമാണ്. ഇത്രയും നേരമായിട്ട് ഏകദേശം ഒരു 2.5-3 മണിക്കൂറോളമായിട്ട് ഇവനെ തളക്കാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. തീർച്ചയായും നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന, അതായത് ഈ തുടക്കം മുതൽ ഇവിടെ ഉണ്ടായിരുന്ന ഒരാളാണ്. നമ്മൾ ഈ വിവരം അറിഞ്ഞ് ഇങ്ങോട്ട് എത്തുമ്പോൾ ഇദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. ആ വ്യക്തിയാണ് നമുക്ക്, റിജൻ എന്ന് പറയുന്ന വ്യക്തിയാണ് നമുക്ക് ആ വിവരങ്ങൾ പങ്കുവെച്ചത്. ഏതായാലും 2.5 മണിക്കൂറിലധികമായിട്ട് ആനയെ തളയ്ക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ശ്രദ്ധേയമായ കാര്യം. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇരുട്ട് പടരുന്നു, വലിയ രീതിയിൽ സന്ധ്യയാകുന്നു, രാത്രിയാകുന്നു. അപ്പോഴും ആനയെ തളയ്ക്കാൻ സാധിച്ചിട്ടില്ല. ഒരു കാലിലെ കുടുക്ക് ആലിൽ കെട്ടാൻ സാധിച്ചത് മാത്രമാണ് ഒരു കാര്യം. രണ്ടാമത് ആന ക്ഷീണിതനാണെന്ന് തോന്നുന്നു. അത് കൂടുതൽ ശാന്തനായി കാണുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ രാത്രിയാകുമ്പോഴും വലിയ പ്രശ്നങ്ങളില്ലാതെ നിൽക്കുന്നത്. ഇതുവരെ എലിഫന്റ് സ്ക്വാഡിനും അതിനെ തളയ്ക്കാൻ സാധിച്ചില്ല. ഒരുപക്ഷെ മയക്കുവെടി വെച്ച് തളയ്ക്കേണ്ട സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ളത് അറിയില്ല. പക്ഷേ അതിനുള്ള ക്രമീകരണങ്ങൾ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഈ വൈകുന്നേരമായപ്പോൾ കൂടുതൽ ഈ ആന ഇടഞ്ഞ വിവരവും ആനയെ തളയ്ക്കാത്ത വിവരവും പറഞ്ഞ ആളുകൾ കൂടുതലായി, നേരത്തെ ഉണ്ടായതിനേക്കാൾ കൂടുതൽ ആളുകൾ ഈ ക്ഷേത്ര പരിസരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് വലിയ ഒരു ഭീഷണി തന്നെയാണ്. കാരണം ഇതിന് ചുറ്റുവട്ടവും വീടുകളുണ്ട്. ആന ശാന്തനായി നിൽക്കുന്ന ആനയെ വീണ്ടും ഇത്തരം സാഹചര്യങ്ങൾ പ്രകോപിതനാക്കിയാൽ ഒരുപക്ഷെ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ അതിനു മുൻപ് തന്നെ ആനയെ തളയ്ക്കാനാകും എന്നുള്ളൊരു പോസിറ്റീവായ കാര്യമാകും നമുക്ക് പ്രതീക്ഷിക്കാനാകുക. ഏതായാലും നിലവിൽ ആന ഇപ്പോഴും നാലമ്പലത്തിന് പുറത്ത് അതിങ്ങനെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ആദ്യം നമ്മളിവിടെ വരുന്ന സമയത്ത് ഏകദേശം 4-4:30 സമയത്ത് ഇവിടെ എത്തുമ്പോൾ ആ ആന നിന്ന സ്ഥലത്ത് തന്നെയാണ് അതുള്ളത്. അവിടെ നിന്നാണ് ആ ലോറി തകർക്കുകയും പിന്നീട് ആ കാറ് കുത്തി മറിച്ച്, ഒരു പുതിയ കാറായിരുന്നു അത്, ക്ഷേത്രത്തിൻ്റെ മതിലും പൊളിച്ച് ആ മതിലിൻ്റെ മുകളിൽ കയറ്റി വെച്ച നിലയിലാണ് ഉള്ളത്. ആ ആനയുടെ തൊട്ട് ഇടതുവശത്ത് കിടക്കുന്ന ആ കാറും നേരത്തെ ആന പൊളിച്ചതാണ്. അതിൻ്റെ മുൻവശത്തുണ്ടായിരുന്നത്, അവിടെ ഉണ്ടായിരുന്ന 8ഓളം ബൈക്കുകളാണ് തല്ലിപ്പൊളിച്ചത്. ഒരു ബൈക്ക് അവിടെ ഉണ്ടായിരുന്നത് അത് തുമ്പിക്കൈയിലെടുത്ത് എറിയുന്നതും ആ ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു. ഏതായാലും നിലവിൽ ആന അതേ പ്രദേശത്ത് തന്നെ നിൽക്കുകയാണ്. വെളിച്ചക്കുറവുണ്ട്, ഇരുട്ടി തുടങ്ങിയിരിക്കുന്നു. ആ പ്രദേശത്താണ് ഇപ്പോൾ ഇടഞ്ഞ ആന നിൽക്കുന്നത്. അതിനെ തളയ്ക്കാനായിട്ട് സാധിച്ചിട്ടുമില്ല. ഏതായാലും നിലവിൽ പോലീസും മറ്റ് സുരക്ഷാ വിഭാഗങ്ങളും ഒക്കെ അവിടെ ഉണ്ട്. പക്ഷേ ആനയെ തളയ്ക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതും ഇരുട്ട് പരക്കുന്നു എന്നുള്ളതും വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആന അപ്രതീക്ഷിതമായി ശാന്തനായി നിന്ന ശേഷം പിന്നീട് ഇടഞ്ഞ് മുന്നോട്ട് വരുന്നു എന്നുള്ളത് മറ്റൊരു പ്രതിസന്ധിയാണ്. ഏതായാലും നിലവിൽ ആനയെ തളയ്ക്കാനായിട്ട് സാധിച്ചിട്ടില്ല.
ശരി, ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പകൽ പൂരത്തിന് കൊണ്ടുവന്ന ആനയാണ് ഇടഞ്ഞിരിക്കുന്നത്. ആനയെ തളയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഊർജിതമായി കഴിഞ്ഞ 2 മണിക്കൂറായി നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും ആനയെ തളയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. ഊട്ടോളി മഹാദേവൻ എന്ന ആനയാണ് ഇടഞ്ഞത്. കാറുകൾ, ബൈക്കുകൾ, ആനയെ കൊണ്ടുവന്ന ലോറി, സൈക്കിൾ ഇതൊക്കെ തന്നെ ഇടഞ്ഞു നിൽക്കുന്ന ഊട്ടോളി മഹാദേവൻ തകർത്തിട്ടുണ്ട്. പാപ്പാന് ചെറിയ പരിക്ക് കൈക്കേറ്റിട്ടുണ്ട് എന്നൊക്കെയുള്ള വിവരങ്ങൾ നേരത്തെ വന്നിരുന്നു. അത് സ്ഥിരീകരിക്കാനുണ്ട്. ആനയെ ഇടക്കൊച്ചി ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ പകൽപൂരത്തിന് വേണ്ടി കൊണ്ടുവന്നതായിരുന്നു. ആ ആനയാണ് ഇടഞ്ഞത്. വൈകുന്നേരത്തോടുകൂടി ആന ഇടഞ്ഞതോടെ ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിച്ചേർന്ന ഭക്തർക്ക് പരിഭ്രാന്തരായി അവരെ ഇപ്പോൾ സുരക്ഷിതമായി മതിൽക്കെട്ടിന് പുറത്തേക്ക് മാറ്റി നിർത്തിയിരിക്കുകയാണ്. ആനയെ തളയ്ക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമങ്ങൾ പാപ്പാന്മാർ നടത്തുകയാണ്. ഒന്നാം പാപ്പാനെ കാണുമ്പോൾ ആന കുറെ കൂടി രോഷത്തോടുകൂടി പെരുമാറുന്നു എന്നുള്ളതാണ് ശ്യാംകുമാർ നേരത്തെ ഞങ്ങൾക്ക് നൽകിയ റിപ്പോർട്ട്. ഇപ്പോഴും ഞങ്ങളുടെ ക്യാമറ പേഴ്സൺ അഭിജിത്തിന്റെ ക്യാമറയിലൂടെ കാണുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. പരിഭ്രാന്തി കൂടുതലാക്കുന്നത് ഇരുട്ട് പരന്നു നിൽക്കുന്ന സാഹചര്യമായതുകൊണ്ട് ആനയെ തളയ്ക്കുക കുറെ കൂടി ദുഷ്കരമായ ദൗത്യമായി മാറുന്നു എന്നുള്ളതാണ്. ഏതായാലും പാപ്പാന്മാർ തീവ്ര ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ആനയെ അനുനയിപ്പിക്കാൻ, ശാന്തനാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതാണ് ഇടക്കൊച്ചി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രാങ്കണത്തിൽ നിന്ന് നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ നമ്മളോട് പറയുന്നത്.